നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന കാലഘട്ടത്തിൽ ഞാനും നിങ്ങളൊക്കെ ചെയ്തിട്ടുള്ളൊരു കാര്യമുണ്ട്. നമ്മുടെ റെയിനോൺസ് പേനയും അങ്ങനെയുള്ള പേനകളൊക്കെയാണ് അന്ന് ഉപയോഗിച്ചിരുന്നത്. ഇപ്പോൾ എഴുതുന്നതിൻ്റെ ഇടയിൽ മഷി തീർന്നാൽ നമ്മൾ എന്ത് ചെയ്യും, ഈ പേന അഴിച്ചിട്ട് ആ ട്യൂബിൽ കൂടെ ഒന്ന് ഊതി നോക്കും. അതൊരു പ്രതീക്ഷയാണ്. എന്നിട്ട് വീണ്ടും ടൈറ്റ് ചെയ്ത് ഒന്നും കൂടി എഴുതും. ഒരു വരിയോ രണ്ട് വരിയോ ഇനി എഴുതാൻ പറ്റിയാലോ. അതുപോലെ ഇപ്പം നമ്മൾ കാണുന്ന ഒരു കാഴ്ചയാണ്, പെട്രോൾ പമ്പിൻ്റെ അവിടേക്ക് ഇങ്ങനെ പെട്രോൾ തീർന്നു പോകുന്ന വണ്ടികളൊക്കെ തള്ളിപ്പോകുന്ന കണ്ടിട്ടുണ്ട്. ചിലപ്പോൾ നമ്മളൊക്കെ വണ്ടി ഓടിക്കുമ്പോൾ പെട്രോൾ തീർന്നു പോയാൽ നമ്മൾ എന്ത് ചെയ്യും, ആ ടാങ്കിൻ്റെ ക്യാപ്പ് ഊരിയിട്ട് ഒന്ന് ഊതി നോക്കും. പണ്ട് കാലത്തൊക്കെ ചേതക്ക് ബൈക്കൊക്കെ ഉള്ളപ്പോൾ ഒരു സൈഡിലേക്ക് അത് തിരിച്ചിട്ടിട്ട് ഒന്ന് അടിച്ചു നോക്കും, അന്നൊരു കുലുക്കി നോക്കും. അതൊരു പ്രതീക്ഷയാണ്. കാരണം അത്രയെങ്കിലും ഒന്ന് പെട്രോൾ കുറച്ചും കൂടി നീങ്ങി കിട്ടിക്കഴിഞ്ഞാൽ പമ്പ് വരെ തള്ളാതെ പോകാമല്ലോ. നമ്മുടെയൊക്കെ ജീവിതത്തെ ഒരു പരിധിയിലപ്പുറം കൊണ്ടുപോകുന്നത് എല്ലാ കാര്യങ്ങളും നാളെ ശരിയാകുമെന്നുള്ള പ്രതീക്ഷയാണ്. നമ്മുടെ രാജാവിനെ കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ടല്ലോ, യുദ്ധത്തിൽ പലതവണ തോറ്റിട്ടും രാജാവ് തൻ്റെ വിശ്രമമുറിയിലിരിക്കുമ്പോൾ ഒരു എട്ടുകാലിയെ കാണണം. എട്ടുകാലി പല പ്രാവശ്യം ഇങ്ങനെ എട്ടുകാലിയുടെ വല നെയ്യാൻ വേണ്ടി മാറാമ്പലകൾ കൂട്ടിയുള്ള വലയുണ്ടാക്കാൻ വേണ്ടി പരിശ്രമിച്ചു കൊണ്ടിരിക്കുക. പലപ്പോഴും 8 വരി ഇങ്ങനെ വീഴണം. ഏറ്റവും അവസാനം ഈ രാജാവ് നോക്കുമ്പോൾ മനോഹരമായ ചിലന്തി വല 8 കാലി ഉണ്ടാക്കണം. പല ആവർത്തി പല കാര്യങ്ങൾക്കും പരിശ്രമിച്ചവരായിരിക്കാം. പല കാര്യങ്ങൾക്കും വേണ്ടി ഓടി നടന്ന് പരിശ്രമിച്ച് വിജയിച്ചിട്ട് ഉള്ളവരുണ്ട്, അതിനേക്കാൾ ഉപരി തോറ്റവരുണ്ട്. അതൊക്കെ നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുക ഒരു പ്രതീക്ഷയാണ്. ഇനി 10 തവണ തോറ്റുപോയ പരീക്ഷയിൽ 10 തവണ പലതും പരിശ്രമിച്ചിട്ട് നടന്നിട്ടില്ലേ, പക്ഷേ നിനക്കൊരു പ്രതീക്ഷ കൈവിടാതെ ഉണ്ടെങ്കിൽ ദൈവം നിന്നെ വഴി നടത്തും. പ്രതീക്ഷയോടുകൂടെ നമുക്കായിരിക്കാം. ദൈവം നമ്മളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.